പ്രവാസ ലോകത്തെ സ്ത്രീകൾ സന്തുഷ്ടരല്ലേ എന്ന ചോദ്യമാണ് ഓരോ മരണവാർത്തയും ഉന്നയിക്കുന്നത്. വിദ്യാഭ്യാസവും നല്ല കുടുംബ സാഹചര്യവുമുള്ള പെൺകുട്ടികൾ പോലും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു. സ്വന്തമായി പഠിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമുള്ള ബോൾഡാണ് എന്ന് കൂട്ടുകാരും വീട്ടുകാരുമൊക്കെ പറയുന്ന പെൺകുട്ടികൾ പോലും എന്തുകൊണ്ട് മരണം തിരഞ്ഞെടുക്കുന്നു? അതും ഏതെങ്കിലും ഒരു ബന്ധുവിനോടോ സുഹൃത്തിനോടോ പങ്കുവച്ചാൽ പോലും പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സ്വന്തം ജീവിതത്തിന് പൂർണ്ണ വിരാമമിടാൻ ഇവരെന്തിന് തിടുക്കം കൂട്ടുന്നു? യുഎഇയിലെ മലയാളി സമൂഹത്തിനിടയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണതയിൽ അന്തം വിട്ട് പലരും ചോദിക്കുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. അതുല്യ, വിഭജിക, മെഹ്നു എന്നിങ്ങനെ അടുത്ത കാലത്ത് പ്രവാസ ലോകത്ത് നടന്ന സ്ത്രീ ആത്മഹത്യകൾ ഏറെയാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ആത്മഹത്യ ചെയ്തവരുടെ ലിസ്റ്റിലുണ്ട്. കുടുംബാംഗങ്ങൾക്ക് പോലും കൃത്യമായി അറിയാത്ത കാരണങ്ങളാൽ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നവരിൽ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ. 2 ആഴ്ചയ്ക്കുള്ളിൽ യുഎഇയിൽ 2 മലയാളി യുവതികളാണ് സ്വയം മരണം വരിച്ചത്. ഇതോടെ ഈ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നു. പ്രവാസത്തെ പെൺകുട്ടികൾക്കും യുവാക്കൾക്കും എന്ത് സംഭവിക്കുന്നു? ആദ്യം നടന്ന ആത്മഹത്യകളുടെ പശ്ചാത്തലം പരിശോധിക്കാം. കൊല്ലം ചവറ സ്വദേശി അതുല്യയെ വെള്ളിയാഴ്ച രാത്രിയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അതുല്യയുടെ കുടുംബവും ഭർത്താവ് സതീഷും ആരോപിക്കുന്നു. എന്നാൽ സതീഷിന്റെ കൊടിയ പീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്നാണ് കുടുംബം ചവറ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും ഹാജരാക്കിയിട്ടുണ്ട്. കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക 1.5 വയസ്സ് മാത്രമുള്ള ഏകമകളെ കഴുത്ത് ഞെരിച്ച ശേഷം കുഞ്ഞിനെ കെട്ടിത്തൂക്കുകയും കയറിന്റെ മറ്റേ അറ്റത്ത് കുടുക്കുണ്ടാക്കി സ്വയം തൂങ്ങി മരിക്കുകയുമായിരുന്നു. ദുബായിൽ ഫെസിലിറ്റീവ് എഞ്ചിനീയറായ ഭർത്താവ് നിതീഷിൽ നിന്നും അയാളുടെ സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരിൽ നിന്നുമേറ്റ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ കാരണമാണ് താൻ ആത്മഹത്യ ചെയ്തതെന്ന ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. 2022 ദുബായിൽ യൂട്യൂബ് ബ്ലോഗറും ആൽബം താരവുമായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനി റിഫ മെഹ്നുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചർച്ചാ വിഷയമായിരുന്നു. സംഭവത്തിന് 1 മാസം മുൻപ് ദുബായിലെത്തിയ യുവതി ഭർത്താവ് മെഹ്നുവിനൊപ്പമായിരുന്നു താമസം. ഭർത്താവുമായുള്ള വഴക്കാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പിന്നീട് കണ്ടെത്തുകയും സംഭവം നാട്ടിൽ വൻ വിവാദത്തിന് കാരണമാവുകയും ചെയ്തു. 2024 മെയ്യിൽ ഫുജേറയിൽ താമസിച്ചിരുന്ന ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം താരമായ തിരുവനന്തപുരം സ്വദേശിനി ഷാനിഫ ബാബു കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു. നിർമ്മാണ കമ്പനി നടത്തിയിരുന്ന സനോജ് ബഷീർ കോയയാണ് ഭർത്താവ്. ഷാനിഫ മരിച്ചതായി സനോജ് ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ ഷാനിഫയുടെ ഭർത്താവ്, ദുബായിൽ നിന്നെത്തിയ ഷാനിഫയുടെ അമ്മ, 2 പെൺമക്കൾ എന്നിവർ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. 2018 ഏപ്രിലിൽ മലയാളി നഴ്സ് സുജാ സിംഗിനെ ജോലി ചെയ്യുന്ന അലൈനിലെ സ്വകാര്യ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരേന്ത്യക്കാരനെ വിവാഹം കഴിച്ചിരുന്ന സുജ വിവാഹമോചിതയായിരുന്നു. മരണം നടന്നയുടൻ വിദേശത്ത് പഠിക്കുന്ന ഇവരുടെ 2 മക്കളെ ആശുപത്രി അധികൃതർ മരണവിവരം അറിയിച്ചുവെങ്കിലും പ്രതികൂല മറുപടിയായിരുന്നു ലഭിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലും കുടുംബാംഗങ്ങൾ താല്പര്യം കാണിച്ചിരുന്നില്ല. ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും പ്രധാന കാരണം ഗാർഹിക പീഡനമാണ്. തന്റേതെന്ന് മാത്രം കരുതുന്ന ഭർത്താവിനൊപ്പം പ്രവാസ ലോകത്തെത്തുകയും അവിടെ അയാളിൽ നിന്ന് അവഗണനയും ക്രൂരതയും ഏൽക്കുമ്പോഴുണ്ടാകുന്ന തകർച്ച തന്നെയാണ് പല യുവതികളെയും കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കൾ കൂടെ ഇല്ലാതാവുകയും പ്രശ്നത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതേസമയം തന്നെ 2023 2 പിഞ്ചു മക്കളെയും ഭാര്യയെയും കൊലപ്പെടുത്തി 35 വയസ്സുള്ള ഇന്ത്യക്കാരൻ ഷാർജയിലെ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത് പ്രവാസ ലോകത്ത് ഞെട്ടലുണ്ടാക്കിയിരുന്നു. ചിലത് അവഗണന കാരണമാകുമ്പോൾ മറ്റു ചിലത് സംശയരോഗമാണ് പ്രധാനം. ഒരേ സമയം 1-ൽ കൂടുതൽ അവിഹിത ബന്ധങ്ങൾ എല്ലാം കാരണമായി മാറുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും ടോക്സിക് ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു മനോഹരമായ ജീവിതം നയിക്കാൻ എല്ലാ അവസരങ്ങളും സാധ്യതയും ഈ ലോകം നൽകുന്നുണ്ട് എന്ന് പലപ്പോഴും ഇവർ മറന്നുപോകുന്നു.